ഒരൊറ്റ ചാനൽ മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ കുറച്ചെങ്കിലും തുറന്നു കാട്ടി സധൈര്യം നട്ടെല്ല് വളയ്ക്കാതെ ആരെയും പേടിക്കാതെ ഭയക്കാതെ മടി കാണിക്കാതെ മമതയോ വിദ്വേഷമോ കാണിക്കാതെ സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സർവേ റിപ്പോർട്ട് ചെയ്തതും DB ചാനൽ എന്ന DB ലൈവ് എന്ന ഒരു ചാനലാണ്. ആ ചാനൽ ഹിന്ദിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഈ ചാനൽ 50 വർഷത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തിയ ഒരു ചാനലാണ്. അത്ര തന്നെ പ്രസക്തമായി നമ്മുടെ മുൻപിലേക്കൊന്നും വരാതിരുന്ന ഒരു ചാനൽ വളരെ പെട്ടെന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചകളും അലയൊലികളും ഉണ്ടാക്കുന്നു. ഗോഡി മീഡിയയുടെ ഭാഗമായി കൊണ്ട് തന്നെ വലിയ പ്രചാരണങ്ങളും വലിയ യജമാന ഭക്തിയും നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളായ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ BJPക്കും മോദിക്കും അനുകൂലമായുള്ള വാർത്തകൾ പെയ്ഡ് ന്യൂസുകൾ പ്രൊമോട്ട് ചെയ്ത് പുറത്ത് വിട്ട ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു യജമാന ഭക്തി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ അതിപ്രസരം തന്നെ ഇത്തരം ചാനലുകൾ മുന്നോട്ട് വച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് NDA സഖ്യത്തിൻ്റെ വലിയ പ്രചാരണ പരസ്യങ്ങൾ കോടികൾ ചാനലുകൾക്ക് നൽകിക്കൊണ്ട് സംപ്രേഷണം ചെയ്തിരുന്നു ഈ ചാനലുകളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നതും ഇവയിൽ ഈ BJPയിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്നതുമായിട്ടുള്ള ചാനലുകൾ ഇത്തരം NDAക്ക് അനുകൂലമായ പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും തൻ്റെ ക്ലയൻറ്റ് എന്താണോ തങ്ങളോട് പറയുന്നത് അത് കേൾക്കാൻ ആ ചാനലുകൾ നിർബന്ധിതരായിരുന്നു. ആ നിർബന്ധമാണ് ഇവർ സർവേ എന്ന പേരിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പുറത്തുവിട്ടത്. 354 വോട്ടുകളോളം നേടിക്കൊണ്ട് NDA സഖ്യം അധികാരത്തിൽ വരും എന്നായിരുന്നു ഇവർ സർവേ പുറപ്പെടുവിച്ചത്. അതിൽ ഒട്ടുമിക്ക ദേശീയ ചാനലുകളും ഈ ഗോഡി മീഡിയക്ക് അനുകൂലമാക്കിക്കൊണ്ട് തന്നെ സർവേ ഫലങ്ങൾ അവർ പുറത്തുവിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. 300-നും 350-നും ഇടയിൽ ഭൂരിപക്ഷം നേടി ഈ NDA സഖ്യം അധികാരത്തിൽ വരും എന്ന് അവർ വിധി എഴുതുന്നൊരു ഘട്ടം. ആ ഘട്ടത്തിലാണ് DB ലൈവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിനൊരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. 290ഓളം വോട്ടുകൾ 290ഓളം സീറ്റുകളോടുകൂടി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരും എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. പക്ഷേ ഇന്നും നമ്മൾ മലയാള മാധ്യമങ്ങളെ തന്നെ എടുക്കുക, അവരൊക്കെ നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം 5:30 ഈ 5:30 മണിയുടെ സമയത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെയും NDA സഖ്യത്തിൻ്റെയും വോട്ട് നില പരിചയപ്പെടുത്തുമ്പോൾ NDAക്ക് 290ഉം ഇന്ത്യ സഖ്യത്തിന് 230ഉമാണ് ഇപ്പോഴും അവർ ലീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ DB ലൈവ് എൻ്റെ കയ്യിലും ഇപ്പോൾ DB ലൈവിൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ 271 NDA സഖ്യത്തിനും 250 ഇന്ത്യ സഖ്യത്തിനും എന്ന ലീഡ് നിലയിലേക്കാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏകദേശം ഒരു പൊസിഷൻ ഇവരെന്തായിരുന്നോ സർവേയിലൂടെ കണ്ടെത്തിയിരുന്നത് ആ സർവേയെ ഏകദേശമൊക്കെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള സത്യസന്ധമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇവർ നൽകിക്കൊണ്ട് തന്നെ ഇരുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട. ഈ കാലത്തും മുട്ടുമടക്കാതെ നട്ടെല്ല് വളയ്ക്കാതെ ഭയമില്ലാതെ ഒരു ചാനലിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമായി ഇന്നത്തെ ഈ ഒരു ഇവരുടെ ഈ ഒരു ടെലികാസ്റ്റും ഈ കണ്ടെത്തലും ഇപ്പോഴുള്ള അപ്ഡേഷനുകളുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അഥവാ 293 സീറ്റുകളോടുകൂടി BJP ഈ മുന്നേറുകയാണെങ്കിൽ അല്ലെങ്കിൽ NDA മുന്നേറുകയാണെങ്കിൽ അവർക്ക് നിതീഷ് കുമാറിന് ഉപമുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്ത് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ സഖ്യമായിട്ട് ഭരിക്കുവാനുള്ള സീറ്റുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൈവരും. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ പിറകെ അവർക്ക് പോവേണ്ടതില്ല. നിതീഷ് കുമാറിൻ്റെ പിറകെ പോവേണ്ട ആവശ്യം സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിനാണ്. കാരണം അവർക്ക് 250 സീറ്റുകളാണ് ഈ സമയത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 15 സീറ്റുകൾ അധികരിക്കുന്നു. പിന്നീട് ഒറ്റപ്പെട്ട് കിടക്കുന്ന അസദുദ്ദീൻ ഒവൈസിയെ പോലെ അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലുള്ള പ്രാദേശിക പാർട്ടികളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ചർച്ചകൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്ന ആവശ്യത്തിനാണ് ഒരു പക്ഷേ നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളുടെ സഹായം വേണ്ടത്. അവിടെയാണ് 290 സീറ്റുകൾ
അത് അധികരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം മന്ത്രിസഭ രൂപീകരിക്കാതിരിക്കുവാൻ BJP നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂടെ കൂട്ടുവാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്തകളും പുറത്തു വരുന്നത്. ഒരു പക്ഷേ നിതീഷ് കുമാർ എന്ത് സ്വീകരിക്കും എന്നത് വ്യക്തമല്ലെങ്കിലും നിതീഷ് കുമാർ ഇപ്പോൾ കിട്ടുന്ന അറിയിപ്പ് പ്രകാരം BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിതീഷ് കുമാർ നടത്താൻ തയ്യാറായില്ല, ഇന്ത്യ സഖ്യവുമായിട്ട് അദ്ദേഹം നടത്താൻ തയ്യാറായിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യ സഖ്യം എന്ന ഒരു ആവശ്യത്തിലേക്ക് ശരത് പവാറിനൊപ്പം ചേർന്ന് ഇങ്ങനെയൊരു സഖ്യ രൂപീകരണത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ ആ സമയത്തും നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നൊരു കാര്യം, ഈ DB ലൈവ് നൽകിയിട്ടുള്ള ആ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അവരുടെ ഒരു സർവേ റിപ്പോർട്ട്, അവരുടെ ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അത് ഏകദേശമൊക്കെ എക്സാക്റ്റ് പോളുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ഒരു തരംഗമുണ്ടാകുമെന്നാണ് പൊതുവെ മറ്റു മാധ്യമങ്ങളൊക്കെ ചിത്രീകരിച്ചതെങ്കിൽ അങ്ങനെ ഒരു തരംഗം ഈ രാജ്യത്തില്ല എന്ന് മാത്രമല്ല, അയോധ്യയിൽ പോലും BJP തോറ്റു എന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും അവിടെയും BJP പരാജയപ്പെട്ടു എന്ന വാർത്തകൾ, അല്ലെങ്കിൽ പിറകിൽ നിൽക്കുന്നു എന്ന വാർത്തകൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഈ ചാനലുകൾ ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗം ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് ചാനലുകൾ തന്നെ വലിയ സർവേ കൊണ്ടുവരുന്നു എന്ന് പ്രാദേശിക പാർട്ടികളുടെ മനോവീര്യവും ആത്മവീര്യവും തകർക്കുന്ന തരത്തിലേക്കുള്ള അറേഞ്ച്മെൻറ്റ്സുകൾക്ക് കോപ്പ് കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത, പാർലമെൻറ്റ് മന്ദിരം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മോടി പിടിപ്പിക്കുവാൻ, പൂക്കൾ കൊണ്ട് അലങ്കരിക്കുവാനുള്ള കൊട്ടേഷൻ ക്ഷണിച്ചു എന്നതാണ്. ആ സമയത്ത് തന്നെയാണ് കോൺഗ്രസ് അവരുടെ AICC ആസ്ഥാനത്ത് പന്തൽ ഒരുക്കാൻ ആവശ്യപ്പെടുന്നത്. കാരണം ചർച്ചകൾക്ക് നേതാക്കൾ വരണം, മാധ്യമങ്ങൾക്ക് സൗകര്യം ഒരുക്കണം, അതുപോലെ മറ്റു മീറ്റിങ്ങുകൾക്കുള്ള സംവിധാനങ്ങളുണ്ടാകണം, പൊതുയോഗം നടത്തണം, അതോടൊപ്പം തന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം. ആ രീതിയിലേക്ക് കോൺഗ്രസ് BJPയുടെ ഇത്തരം മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസും തടയിടുന്ന ഒരു രാഷ്ട്രീയം നമ്മളവിടെ കാണുകയുണ്ടായി. ഇവിടെ കൃത്യമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ 23 പേർ അതേസ് എന്ന ലിസ്റ്റിൽ വരികയാണ്. ഈ 23 പേർ നിർണായകമാകും എന്നുള്ളതാണ്. അഥവാ തൂക്കസഭയോ അതല്ലെങ്കിൽ തൂക്കസഭ വരികയാണെങ്കിൽ ഈ 23 പേർ നിർണായകമാകും. നമ്മൾ പറഞ്ഞു വന്നത് DB ലൈവ് എന്ന ഒരു മാധ്യമം നൽകിയിട്ടുള്ള, അവർ പഠിച്ചുകൊണ്ട് ഒരു പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏത് മാധ്യമമാണോ സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി DB ലൈവ് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ദേശീയ ചാനലുകൾക്കൊക്കെ കേവലം വ്യൂവേഴ്സ് മാത്രമാണ് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ DB ലൈവ് ഇന്ന് വാച്ച് ചെയ്തു എന്നത് ഈ കെട്ടകാലത്തും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാടകക്കെടുക്കുന്ന യജമാന ഭക്തി കാണിക്കാൻ നിർബന്ധിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ നട്ടെല്ല് വളക്കാത്ത മാധ്യമങ്ങളെ സ്വീകരിക്കാൻ ആളുണ്ടാകുമെന്നതിൻ്റെ നല്ല ഉദാഹരണം കൂടിയായി DB ലൈവിൻ്റെ ഇന്നത്തെ പ്രേക്ഷകരുടെ സാന്നിധ്യം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായിരുന്നാലും നമ്മൾ കാത്തിരിക്കുക തന്നെയാണ്. ഈ കണക്കുകളൊക്കെ അന്തിമമാണ് എന്ന വിശ്വാസം നമുക്കില്ല. ഒരുപക്ഷെ താഴാം, ഒരുപക്ഷെ അതിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉയരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഇനി രാഷ്ട്രീയമായ എന്തെല്ലാം അലിയൊലികൾ, രാഷ്ട്രീയമായിട്ടുള്ള എന്തെല്ലാം നീക്കുപോക്കുകൾ നടക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും മന്ത്രിസഭയും സർക്കാരും ആരുണ്ടാക്കും എന്നതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുക. ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം.